ആർ റഹ്മാനും ഭാര്യയും തമ്മിൽ വേർപിരിയുവാനുള്ള പ്രധാന കാരണം എന്താ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. പ്രധാന കാരണം അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പല ന്യായീകരണങ്ങളും കാര്യകാരണങ്ങളും പറഞ്ഞിട്ടാണ് അതിനെ കാണുന്നത്. റഹ്മാൻ ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു മനുഷ്യനാണ്. പരസ്പരം ജീവിക്കാൻ താല്പര്യമില്ല എങ്കിൽ എത്ര ഉന്നതിയിലെത്തിയ ആളാണെങ്കിലും, അല്ലെങ്കിൽ എത്ര പവറുള്ള ആളാണെങ്കിലും, പണമുള്ള ആളാണെങ്കിലും, പ്രതാപമുള്ള ആളാണെങ്കിലും, സ്ഥാനമാനങ്ങളുള്ള ആളാണെങ്കിലും, ഉള്ളുകൊണ്ട് ഒരു അംഗീകാരം പരസ്പരം കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവിടെ പിന്നെ ദാമ്പത്യമില്ല, അല്ലെങ്കിൽ ലൈഫ് ഇല്ല. അപ്പം അതിൻ്റെ പ്രധാന കാരണം അവർക്ക് പരസ്പരം ജീവിക്കാൻ താല്പര്യം ഇല്ല എന്നുള്ളതാണ്. അതിങ്ങനെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ നടക്കുന്ന ഡിവോഴ്സിൻ്റെ കാരണങ്ങൾ എന്താ? നല്ല സമ്പത്തുള്ള ഉന്നതമായ കുലജാതികൾ എന്ന് പറയുന്ന ഫാമിലിയിൽ നിന്ന് പോലും പരസ്പരം സ്ത്രീയുടെ നിർബന്ധപ്രകാരവും പുരുഷൻ്റെ നിർബന്ധപ്രകാരമൊക്കെ ഡിവോഴ്സ് സംഭവിക്കാറുണ്ട്. നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ സുന്ദരിയായ ഭാര്യയെ, പക്ഷെ അയാൾക്കൊരു താല്പര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ നല്ല സുന്ദരനായ ഭർത്താവാ, അടിപൊളിയാ, പക്ഷെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഒരു താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ താല്പര്യമില്ല എങ്കിൽ പിന്നെ പിരിയൽ തന്നെയാണ് നല്ലത്. വെറുതെ പരസ്പരം നെഗറ്റീവ് എനർജി കൈമാറിയിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്കൊരു ഗുണവും ഇല്ല എങ്കിൽ ആ ദാമ്പത്യത്തിനോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിനോ ഒരു ഉപകാരവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആർ റഹ്മാൻ്റെ വേർപിരിയൽ അന്വേഷിച്ചു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട്, സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യം ഇല്ല എന്നവർ പരസ്പരം മനസ്സിലാക്കിയിട്ട് പരസ്പരം ബഹുമാനത്തോട് കൂടിയിട്ടും ആദരവോട് കൂടിയിട്ടാണ് അവർ പിരിയുന്നത്. അവർ പിരിയുമ്പോൾ പല ആളുകളും അവരുടെ മക്കൾ അനാഥരായില്ലേ? ഇതൊക്കെ ചോദ്യങ്ങൾ ഞാൻ എപ്പോഴും ക്ലിനിക്കിൽ വരുന്ന എൻ്റെ പ്രിയപ്പെട്ട ക്ലയൻസിനോട് അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാറുണ്ട്. ഇങ്ങനെ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്ഥിരമായിട്ട് അടിയും പ്രശ്നങ്ങളും ഒരുപാട് തെറി വിളിക്കുന്ന സമ്പ്രദായമൊക്കെയുള്ളവരോട്, ഒരുമിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് പരസ്പരം മക്കൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷമുള്ള മാതൃക കാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ വേർപിരിയലാണ് ഏറ്റവും നല്ലത്. മറ്റത് ഈ വളർന്നു വരുന്ന മക്കൾ ഇങ്ങനെ ഉമ്മയുടെ കുറ്റം പറയുന്നു, ഉമ്മ ഉപ്പയുടെ കുറ്റം പറയുന്നു, പരസ്പരം ഒരു വോട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് മക്കൾക്കിടയിൽ ഈ ദാമ്പത്യത്തിൻ്റെ ഈ നല്ല ഒരു അവസ്ഥ കാണിക്കുന്നതിന് പകരം കുറ്റപ്പെടുത്തലുകളാണ് മക്കളൊക്കെ കേൾക്കുന്നത്. അങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയിൽ വളർന്നു വരുന്ന മക്കൾക്ക് അത് ഒരുപാട് ദോഷം ചെയ്യും അവരുടെ ജീവിതത്തിൽ, അവരുടെ ചിന്തയിലൊക്കെ. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു 5-10 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ അതൊക്കെ കണ്ട് തീരും. പക്ഷേ മക്കൾക്ക് കിട്ടിയ നെഗറ്റീവ് എനർജി ഒരിക്കലും നഷ്ടപ്പെടില്ല, അവരതിലൂടെ ജീവിക്കാൻ തുടങ്ങും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അവിടെ അവരുടെ റഹ്മാൻ്റെ മകനും മകളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. എന്തിനാണ് നിങ്ങൾ ഉപ്പയെ കുറ്റപ്പെടുത്തുന്നത്, ഉമ്മയെ കുറ്റപ്പെടുത്തുന്നത്? അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷം നോക്കിയിട്ട് അവരെടുത്ത തീരുമാനങ്ങളല്ലേ. ഒരു മാന്യനായ മനുഷ്യനെക്കുറിച്ച്, ഒരു മഹാനായ മനുഷ്യനെ കുറിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമെന്ന് പ്രിയപ്പെട്ട മകൻ പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ റഹ്മാൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഈ അകൽച്ച 29 വർഷം ജീവിച്ച് 30ാമത്തെ വർഷം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പേരിനൊരു ഭാര്യ അല്ലെങ്കിൽ പേരിനൊരു ഭർത്താവ്, ആ ദാമ്പത്യം കൊണ്ടൊന്നും ഒരു ഉപകാരമില്ല. എത്രയോ കുട്ടികൾ വിവാഹം കഴിച്ചിട്ട് ഒരു രീതിയിൽ പരിഗണന പോലും ഇല്ലാതെ പല കുടുംബത്തിലും മനസ്സ് വിഷമിച്ചിട്ട് അറപ്പും വെറുപ്പും വെച്ച് ജീവിക്കുന്നുണ്ട്. അങ്ങനെ ഈ അറപ്പും വെറുപ്പും വെച്ച് ജീവിക്കുമ്പോൾ ഈ കാമം തീർക്കാൻ വേണ്ടിയിട്ട് അവരുടെ കിടപ്പറയിൽ അവരെ കുറച്ചു നേരം സ്വന്തമാക്കുന്ന ഒരു ജീവിത ശൈലിയാണ് പുരുഷന്മാർക്കുള്ളത് എങ്കിൽ നിങ്ങൾ അവരുടെ ഗർഭപാത്രത്തിലേക്ക് കൊടുക്കുന്ന ബീജത്തിൽ വളരുന്ന കുഞ്ഞ് ഈ നാടിനും അല്ലെങ്കിൽ ലോകത്തിനും ഏറ്റവും അപകടകാരിയായിരിക്കും. ഇപ്പോൾ എത്രയോ കേസ് ക്ലിനിക്കിൽ വരുന്നതിൽ ഹൈപ്പർ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ വാശി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, ഇതൊന്നും പുറത്തുനിന്ന് വന്നപ്പോൾ കാറ്റടിച്ചുണ്ടായൊരു വാശിയല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഭർത്താവിനോടുള്ള ദേഷ്യം, അല്ലെങ്കിൽ ഭാര്യയോടുള്ള ദേഷ്യം, അല്ലെങ്കിൽ കുടുംബക്കാരോടുള്ള ദേഷ്യം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയത്തിൽ മനസ്സ് സമാധാനമല്ലാതെ അസ്വസ്ഥതയിലൂടെ പോകുന്ന സമയത്താണ് നിങ്ങൾ ഈ ഒരു കുഞ്ഞിന് ജന്മം നൽകിക്കൊണ്ടിരുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കുഞ്ഞിനെ നിങ്ങൾ പിന്നെ ഗർഭധാരണയിലേക്ക് പോയത് എങ്കിൽ ഇതൊക്കെ സംഭവിക്കൽ സാധാരണ പതിവാണ്. ഞാനത് മുഖത്ത് നോക്കി പറയുന്ന കാര്യമാണ്. അപ്പോൾ ഒരു അസ്വസ്ഥതയുടെ ഒരു നിഴലിലോ അല്ലെങ്കിൽ ഒരു കൂടാരത്തിലോ അല്ല നമ്മൾ ജീവിക്കേണ്ടത്. കുറച്ചേ ഉള്ളൂ, പച്ചവെള്ളമേ ഉള്ളൂ, കഞ്ഞിയേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു നേരത്തെ ഒരു കട്ടൻ ചായയേ ഉള്ളൂ.
അത് സന്തോഷത്തോടു കൂടി കുടിക്കുവാനും പരസ്പരം സ്നേഹം പങ്കിടുവാനും നമുക്ക് സാധ്യമല്ല എങ്കിൽ പിന്നെ നമ്മുടെ ലൈഫിൻ്റെ വാല്യൂ എന്താ? പിന്നെ ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഭയങ്കര ഹണിമൂൺ ട്രിപ്പ് പോലെ അല്ലെങ്കിൽ ഭയങ്കര ലവ് സ്റ്റോറി പോലൊന്നും പറ്റില്ല. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ഇഷ്ടങ്ങളില്ലെങ്കിൽ ആ ഇഷ്ടങ്ങളില്ലാത്തതിന് അല്ലെങ്കിൽ താല്പര്യങ്ങളില്ലാത്തതിന് ചെറിയ രീതിയിൽ കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിരിക്കും. അത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് മാറും. അത് മനുഷ്യൻ്റെ ഒരു പ്രകൃതി അങ്ങനെയാണ്. പക്ഷെ ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിന് കാര്യകാരണങ്ങൾ ഒട്ടുണ്ടായിരിക്കട്ടോ. ഇപ്പോൾ ഈ റഹ്മാൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പക്ഷേ നമ്മളറിയാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവർക്കിടയിൽ ഉണ്ടായേക്കാം. അതൊക്കെ മനുഷ്യർ എന്ന രീതിയിൽ അതൊക്കെ പിന്നീട് ഇനി പുറത്ത് വന്നേക്കാം, അല്ലെങ്കിൽ പിന്നീട് അറിഞ്ഞേക്കാം. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യം ഇല്ലാത്തതിൻ്റെ പേരിലാണ് പിരിഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് ഉറപ്പാണ്. ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പിരിയൂല. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് തീർക്കുക ചെയ്യുള്ളൂ. അപ്പോൾ എന്തിനാണ് റഹ്മാൻ ഭാര്യനെ ഒഴിവാക്കിയത്, അല്ലെങ്കിൽ എന്തിനാണ് സൈറ റഹ്മാനെ ഒഴിവാക്കിയത്? ഒരു ലോക പ്രശസ്തനല്ലേ, ഒരു വലിയൊരു അഭിമാന താരമല്ലേ എന്നൊക്കെ പറഞ്ഞ് നിലയും വിളിയും കൂട്ടിയിട്ട് അട്ടഹസിക്കുന്നവരോട് വളരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തോ ഉണ്ട് അവർക്കിടയിൽ. അതല്ലെങ്കിൽ അവർക്ക് എന്തോ പിരിയണം അനിവാര്യമായിരിക്കുന്നു. അതുകൊണ്ട് അവർ പിരിയാൻ തീരുമാനിച്ചു. നമുക്കിടയിലും പലപ്പോഴും പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത പല ആളുകൾക്കിടയിലും ആഴത്തിലോട്ട് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഞാൻ ജീവിച്ചു പോകുന്നു എന്നേ ഉള്ളൂ, ഒരിക്കലും എനിക്കൊരു സംതൃപ്തിയില്ല എന്ന് പറയുന്ന എത്രയോ കുടുംബങ്ങളെ നമ്മൾ കാണാറുണ്ട്. പിന്നെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഇല്ല എങ്കിൽ നമ്മൾ പറയും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡാണ് വേണ്ടത്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് അല്ല വേണ്ടത്, മ്യൂച്വൽ റെസ്പെക്റ്റാണ് വേണ്ടത്. അത് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് എങ്കിലേ നമുക്ക് ജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മറ്റതിങ്ങനെ സഹിച്ച് ജീവിക്കുക, അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഉള്ളൊരവസ്ഥയിൽ ജീവിക്കാനുള്ള മനസ്സ് നമുക്കുണ്ട് എങ്കിൽ ചെറിയ കുടിലാണെങ്കിലും കൊട്ടാരത്തിനേക്കാൾ സന്തോഷമുണ്ടായിരിക്കും. പരസ്പരം അംഗീകാരങ്ങളും സ്നേഹങ്ങളും ഒന്നും ഇല്ല എങ്കിൽ, കുറ്റപ്പെടുത്തലുകളൊക്കെയാണ് എങ്കിൽ, എത്ര വലിയ ഭവനമാണ് നമുക്കുള്ളത് എങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരു പുകയിൽ ഇരിക്കുന്നതിനേക്കാൾ അസ്വസ്ഥമായിരിക്കും മാനസികമായി ശാരീരികമായിട്ട്. എന്താണെങ്കിലും റഹ്മാൻ്റെ ഭാര്യ അല്ലെങ്കിൽ റഹ്മാനും ഭാര്യയും പിരിഞ്ഞതിൽ ഒരു കാര്യം മനസ്സിലാക്കുക, എത്ര പ്രശസ്തി ഉണ്ടെങ്കിലും എത്ര സമ്പത്തുണ്ടെങ്കിലും സൗന്ദര്യമുണ്ടെങ്കിലും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് എങ്കിൽ നാം നേടിയെടുത്ത അംഗീകാരങ്ങളും സമ്പത്തും സൗകര്യങ്ങളും സൗന്ദര്യവും എല്ലാം വെറുതെയാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എന്തൊരു ഗ്ലാമർ അവനെ കാണാൻ അവളെ കാണാൻ, എന്നിട്ട് എന്താ അവർ തമ്മിലുള്ള പ്രശ്നം? ഗ്ലാമറിനൊക്കെ ഫസ്റ്റ് ടൈമിൽ കാണുമ്പോഴുള്ള ഒരു പോസിറ്റീവ് എനർജിയേ ഉള്ളൂ. പിന്നെ മനസ്സുകൊണ്ടുള്ള അംഗീകാരങ്ങളും ലയനങ്ങളുമാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതില്ല എങ്കിൽ ഏത് റഹ്മാനും AR റഹ്മാനും ഒക്കെ ആ ഒരവസ്ഥയിലോട്ട് പോകും. അപ്പോൾ കൂടുതൽ ചിക്കിക്കുത്താത്ത ജീവിതം നമുക്കുണ്ട് എങ്കിൽ മനോഹരമായിരിക്കും. ചിക്കിക്കുത്തുന്നുവെങ്കിൽ നാറ്റം പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. അത് വലിയ ദുർഗന്ധമായി മാറുമ്പോൾ സ്ഥാനമാനങ്ങളും പ്രശസ്തിയും ഒന്നും അംഗീകരിക്കില്ല. ഇനി എത്ര സൗന്ദര്യമുള്ള ഭാര്യയായിട്ടും കാര്യമില്ല, എത്ര വലിയ ഭർത്താവായിട്ടും കാര്യമില്ല. ആ ഒരു നാറ്റത്തിൽ നിന്ന്, ദുർഗന്ധത്തിൽ നിന്ന് മാറാനാണ് എല്ലാവരും ശ്രമിക്കുക. ദുർഗന്ധമില്ലാതെ മനോഹരമായിട്ടുള്ള സുഗന്ധമുള്ള ഭൂമിയായിട്ട് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. പടച്ചിറബ് നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാമി.